ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു ദി ന്യൂ സെഷൻ ഓഫ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഡിസ്ക്ലോസർ ബേസ്ഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഏണിംഗ് പെർ ഷെയർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ടാമത്തെ സ്റ്റാൻഡേർഡാണ്. അതിൽ IFRS 8, ദെൻ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 108, സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് എന്നുള്ളതാണ്. സോ ഒരു കമ്പനി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള 4-5 ഏരിയയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബ്രാഞ്ച് ഉണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള ഓരോ ബ്രാഞ്ചുകളെ ആ ഒരു ഏരിയകളിനനുസരിച്ചിട്ടുള്ള ഓരോ ബ്രാഞ്ചിനെയാണ് നമ്മളെന്ത് പറഞ്ഞത്, സെഗ്മെൻ്റായിട്ട് പറഞ്ഞത്. ഓക്കെ, ഓരോ കമ്പനിയുടെ ഓരോ സെഗ്മെൻറ്റും മൊത്തം കമ്പനീൻ്റെ പ്രോഫിറ്റിൽ എത്ര ഭാഗം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഷെയർ ഹോൾഡേഴ്സിനും അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് സെഗ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓരോ സെഗ്മെൻറ്റിൽ നിന്നും എത്രത്തോളം ലാഭം കിട്ടി എന്നുള്ളത് മനസ്സിലാക്കാൻ. ദെൻ ഏത് സെഗ്മെൻറ്റിൽ നിന്ന് എത്ര പ്രോഫിറ്റ് ഉണ്ട്. സോ പ്രോഫിറ്റ് ആ കമ്പനീൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നോട്ട്സ് ടു അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യണം. അപ്പം ആ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് ഇത്ര കിട്ടി, ഈ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് ഇത്ര കിട്ടി എന്നുള്ളത് കമ്പനീൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്യണം. സോ അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് എന്ത് പറഞ്ഞത്, നമ്മൾ സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് എത്ര ലാഭം കിട്ടി, ഇതിൽ നിന്ന് എത്ര ലാഭം കിട്ടി എന്നുള്ളത് റെക്കോർഡ് ചെയ്യാം. സോ എങ്ങനെ സെഗ്മെൻറ്റിൻ്റെ പ്രോഫിറ്റ് ഡിസ്ക്ലോസ് ചെയ്യണം എന്നതാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് എത്രത്തോളം ലാഭം കിട്ടിയിട്ടുണ്ട്, ഈ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് എത്രത്തോളം ലാഭം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്, അത് ആ പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് കാണിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കത് നോക്കാം. ദെൻ ലാർജ് കമ്പനീസ് produce a wide range of products and services in several different countries. Thus, large companies engage in different business activities and operate in different economic environment. എന്താണ് ലാർജ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യും. സോ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് എൻഗേജ് ചെയ്യുന്നുണ്ടാവും അവർ. അത്തരത്തിൽ ഓരോ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നതിനെ ഓരോ സെഗ്മെൻ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഓരോ ഏരിയകളിലെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സെഗ്മെൻ്റായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് സെഗ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇൻഫർമേഷൻ ഓൺ ദി ഓവറോൾ റിസൾട്ട് ഓഫ് എ കമ്പനീസ് ഫ്രം ഈച്ച് ഓഫ് ദീസ് പ്രോഡക്റ്റ് ഓർ ജിയോഗ്രഫിക്കൽ ഏരിയാസ് വിൽ ഹെൽപ്പ് ദി യൂസർ ഓഫ് ദി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ദിസ് ഈസ് ദി റീസൺ ഫോർ സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ്. എന്തിനാണ് ഈ സെഗ്മെൻറ്റ് റിപ്പോർട്ടിങ്, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയ ഉണ്ടാവും. അത്തരത്തിലുള്ള ഏരിയകളെയാണ്, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ബ്രാഞ്ചുകൾ ഉണ്ടാവില്ലേ, അതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സെഗ്മെൻ്റായിട്ട് തിരുത്താൻ പറ്റും. ചിലതിനെ നമുക്ക് ഓരോ ഏരിയകളിലാക്കിയിട്ട് എന്ത് ചെയ്യാം, സെഗ്മെൻ്റാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ലൊക്കേഷൻ അനുസരിച്ചിട്ട് ആ ഒരു ലൊക്കേഷൻ ഒരു സെഗ്മെൻറ്റ്, മറ്റു ലൊക്കേഷൻ മറ്റൊരു സെഗ്മെൻറ്റ്, അങ്ങനെ ആക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള സെഗ്മെൻറ്റിൻ്റെ എത്രത്തോളം പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളത്, ആ പ്രോഫിറ്റ് നമുക്ക് എങ്ങനെ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു കമ്പനീൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് ഈസ് കവേർഡ് ബൈ IFRS 8 ഓർ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 108. ഇതാണ് ഈ ഒരു IFRS 8 ആണ് ഈ ഒരു കാര്യങ്ങൾ കവർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇൻഫർമേഷൻ ഓൺ ദി ഓവറോൾ റിസൾട്ട് ഓഫ് കമ്പനീസ് ഫ്രം ഈച്ച് ഓഫ് ദീസ് പ്രോഡക്റ്റ് എന്താണ്, ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ. ആ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ എന്ന് വന്നിട്ടുള്ള പ്രോഫിറ്റ്, അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഇതിൽ നിന്ന് വന്നിട്ടുള്ള ആ ഒരു കമ്പനിയിൽ നിന്ന് വന്നിട്ടുള്ള പ്രോഫിറ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ്. ഓക്കെ, അത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, അതാണെന്ത്, ഓരോ സെഗ്മെൻറ്റിൽ നിന്നും എത്രത്തോളം ആണ് പ്രോഫിറ്റ് വന്നിട്ടുള്ളത് എന്നുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് റിപ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് എന്നുള്ളത്. ഓക്കെ, ഓരോ സെഗ്മെൻറ്റിൽ നിന്നും എത്രയാണ് അതിൻ്റെ പ്രോഫിറ്റ് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യണം. ദെൻ നമുക്കിനി ഒബ്ജക്റ്റീവ്സിലേക്ക് കടക്കാം.
IFRS 8 establishes principle for reporting information by operating segment, that is, information about the different business activities of an entity and different economic environment in which it operates. Different എക്കണോമിക് എൻവയോൺമെൻറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് അറിയാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് എന്തുള്ളത് ഈ ഒരു IFRS 8. ദെൻ മറ്റൊരു ഒബ്ജക്റ്റീവ്സ്, IFRS 8 റിക്വയേഴ്സ് ദി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് ഓൺ ദി ബേസിസ് ഓഫ് ഇൻറ്റേർണൽ റിപ്പോർട്ട് that senior management use when determining the allocation of resources to a segment and assessing its performance. എന്താണ്, ഓരോ സെഗ്മെൻറ്റിൻ്റെയും പെർഫോമൻസ്, ഓരോ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റിൻ്റെയും പെർഫോമൻസൊക്കെ ഇൻറ്റേർണൽ റിപ്പോർട്ടിൻ്റെ ബേസിൽ സീനിയർ മാനേജ്മെൻറ്റിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതിലേക്കൊക്കെ ഓരോ സെഗ്മെൻറ്റിലേക്ക് റിസോഴ്സിൻ്റെ അലോക്കേഷന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്തുള്ളത് ഈ ഒരു IFRS 8 ഉള്ളത്. ശ്രദ്ധിക്കുക, ഓരോ സെഗ്മെൻറ്റിൻ്റെയും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഫൈനാൻഷ്യൽ റിസൾട്ട് അനലൈസ് ചെയ്യാനും അതിലേക്കൊക്കെ റിസൾട്ടിൻ്റെ അലോക്കേഷൻ ഡിറ്റർമിൻ ചെയ്യലാരാണ്, സീനിയർ മാനേജേഴ്സാണ്. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് എന്തുള്ളത് ഈ ഒരു IFRS 8 ഉള്ളത്. ഓക്കെ, അപ്പം ഇതിനൊക്കെ എത്രത്തോളം ചിലവായിട്ടുണ്ട്, ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ലാഭം വന്നിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് ഒന്ന് ഷോർട്ടായിട്ട് പോയിൻ്റായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. ദെൻ അതിൻ്റെ സ്കോപ്പ് ഇവിടെ പറയുന്നുണ്ട്. ദിസ് ഈസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അപ്ലൈ ടു കമ്പനീസ് ടു വിച്ച് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് നോട്ടിഫൈഡ് അണ്ടർ ദി കമ്പനീസ് ആക്ട് അപ്ലൈ. അല്ലേ, കമ്പനി ആക്ടിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കമ്പനികൾക്കും എന്താണ് ഈ ഒരു IFRS 8 അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. Then, if a financial report contains both the consolidated financial statement of a parent company that is within the scope of the standard as well as the parent's separate financial statement, then segment information is required only the consolidated financial statement. ഇപ്പോൾ ഒരു പാരൻ്റ് കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലാണ് സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. ഓക്കെ, ആ കമ്പനി ഒരു പാരൻറ്റ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലാണ് ഈ ഒരു സെഗ്മെൻറ്റ് റിപ്പോർട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. ഓക്കെ, അതാണ് ഇതിൻ്റെ സ്കോപ്പ്. നമുക്ക് സ്കോപ്പ് ഇവിടെ വേറെ പറയുന്നുണ്ട്, ഒന്ന് ഡീറ്റെയിൽഡായിട്ട് ഇവിടെ നോക്കാം എന്താണ് സ്കോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, this standard apply to the stand-alone financial statement of individual entities and the consolidated financial statement of a group within a parent or security or debt securities are traded in public securities market or that are in the process of issuing such instruments. ഇത്രയേ ഉള്ളൂ. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനി എന്ത് ചെയ്യണം, ഈ ഒരു സെഗ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യണം. ദെൻ എസ്പെഷ്യലി പാരൻറ്റ് കമ്പനി ആണ് എന്നുണ്ടെങ്കിൽ അത് കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലാണ് എന്ത് ചെയ്യേണ്ടത്, സെഗ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. ഓക്കെ, എന്നാലോ സബ്സിഡിയറി കമ്പനി ആണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എൻറ്റിറ്റി ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡ്-അലോൺ, ആ കമ്പനീൻ്റെ ആ ഒരു സബ്സിഡീൻ്റെ സ്റ്റാൻഡ്-അലോൺ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലാണ് ഈ ഒരു സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് ആയിട്ട് അല്ലെങ്കിൽ സെഗ്മെൻറ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡെഫിനിഷൻ. കുറച്ച് ഡെഫിനിഷൻസ് ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, എന്താണ് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്, എന്താണ് അതിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ വേറെ ചീഫ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻ മേക്കർ എന്താണ്, ദെൻ ഏതാണ് റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ് എന്നുള്ളത്. സോ നമുക്കൊന്ന് നോക്കാം. എന്താണ് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്? ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് മീൻസ് ആൻ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് ഈസ് എ കോമ്പണൻറ്റ് ഓഫ് എൻ എൻറ്റിറ്റി. എന്താണ്, ഒരു എൻറ്റിറ്റിയുടെ ഒരു കോമ്പണൻറ്റ് അല്ലെങ്കിൽ ഒരു ഏരിയ, അതാണെന്ത് ഈ ഒരു ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ദാറ്റ് എൻഗേജസ് ഇൻ ബിസിനസ് ആക്ടിവിറ്റീസ് ഫ്രം വിച്ച് ഇറ്റ് മേ ഏൺ റവന്യൂസ് ആൻഡ് ഇൻകർ എക്സ്പെൻസസ്. എന്താണ്, റവന്യൂ ഏൺ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എക്സ്പെൻസ് ഉണ്ടാക്കുന്നുണ്ടോ, അത് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അത്തരത്തിലുള്ള ഒരു ഏരിയയാണോ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിയാണ് ദാറ്റ് എൻഗേജ്, ആ സെഗ്മെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്,
ബിസിനസ്സിൽ എൻഗേജ് ചെയ്യുന്നുണ്ട്, ഫ്രം വിച്ച് ഇറ്റ് മേ ഏൺ റവന്യൂസ്, അല്ലേ, ആ ഒരു ബിസിനസ് ആക്ടിവിറ്റീസിൽ നിന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് ചിലവാക്കുന്നുണ്ട്. ഓക്കെ. ദെൻ രണ്ടാമത്തത്, വാസ് ഓപ്പറേറ്റിംഗ് റിസൾട്ട് ആർ റെഗുലർലി റിവ്യൂഡ് ബൈ ദി എൻറ്റിറ്റീസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻ മേക്കേഴ്സ് ഫോർ അലോക്കേറ്റിംഗ് റിസോഴ്സ് ടു ദി സെഗ്മെൻറ്റ് ആൻഡ് അസസിങ് ഇറ്റ്സ് പെർഫോമൻസ്. ആ കോമ്പണൻറ്റിൻ്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് റെഗുലറായിട്ട് അതിൻ്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻ മേക്കർ റിവ്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പെർഫോമൻസ് അസസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ കൃത്യമായിട്ട് റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. ദെൻ നെക്സ്റ്റ്, ഫോർ വിച്ച് ഡിസ്ക്രീറ്റ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഈസ് അവൈലബിൾ. ആ കോമ്പണൻറ്റിൻ്റെ മാത്രമായിട്ട് ഫൈനാൻഷ്യൽ പെർഫോമൻസ് അവൈലബിൾ ആണെങ്കിൽ എന്നാലൊക്കെയാണ് എന്താവുള്ളൂ, ഒരു ഓപ്പറേറ്റിംഗ് സെഗ്മെൻ്റ് ആവുള്ളൂ. ഓപ്പറേറ്റിംഗ് സെഗ്മെൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ് എന്താണ്, ഒരു കോമ്പണൻറ്റ്, ഒരു എൻറ്റിറ്റിയുടെ, ഒരു ബിസിനസ്സിൻ്റെ ഒരു കോമ്പണൻ്റാണ് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് എന്നുള്ളത്. എങ്ങനത്തെ കോമ്പണൻ്റാണ് അതിൽ പറഞ്ഞാൽ അവർ ബിസിനസ് ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്, ലാഭം ഉണ്ടാക്കുന്നുണ്ട്, അതിക്ക് ചിലവാകുന്നുണ്ട്. പിന്നെ പറഞ്ഞത് എന്താണ്, ആ എൻറ്റിറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കോമ്പണൻറ്റിൻ്റെ എന്താണ് ഫൈനാൻഷ്യൽ പെർഫോമൻസ് റെഗുലറായിട്ട് റിവ്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ കോമ്പണൻറ്റിന് മാത്രമായിട്ട് ഫൈനാൻഷ്യൽ പെർഫോമൻസ് അവൈലബിൾ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തത്, ചീഫ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻ മേക്കർ. ആരാണ് ചീഫ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻ മേക്കർ എന്നുള്ളത്? എന്താണ്, ഇവരാണ് ഓപ്പറേറ്റ് സെഗ്മെൻറ്റുകളെ തരംതിരിക്കുന്നത്. ഇത് ഒരു വ്യക്തിയോ, ദി ചീഫ് ഓപ്പറേറ്റ് ഡിസിഷൻ മേക്ക് ഐഡൻറ്റിഫൈ ഫംഗ്ഷൻ ആൻഡ് നോട്ട് നെസസറി എ പേഴ്സൺ. ഫോർ എക്സാമ്പിൾ, ഇറ്റ് കുഡ് ബി എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ എക്സിക്യൂട്ടീവ് ഓഫ് മാനേജ്മെൻറ്റ് ടീം. എന്താണ്, ഇവരാണ് ആ ഒരു ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റുകളെ കൃത്യമായിട്ട് നോക്കുന്നത്. ഇത് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസോ ആവാം. അവർ ആ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ ആ അസസ് ചെയ്യുകയും ആ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കോമ്പണൻറ്റിൻ്റെ പെർഫോമൻസ് അസസ് ചെയ്യുകയും അതിലേക്ക് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുകയും ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിലോ ഡിസിഷൻസ് എടുക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയണത്, ചീഫ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻ മേക്കേഴ്സ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ ഒരു സെഗ്മെൻറ്റിലേക്ക് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുകയും അതിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ കമ്പനീൻ്റെ പെർഫോമൻസ് അസസ് ചെയ്യുന്നവരുമാണെന്ത് ഈ ഒരു ചീഫ് ഓപ്പറേറ്റിംഗ് ഡിസിഷൻ മേക്കേഴ്സ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് സെഗ്മെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞ്, അപ്പോൾ ഏതൊക്കെ സെഗ്മെൻറ്റിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഏതൊക്കെ സെഗ്മെൻറ്റിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? സോ a reportable segment is an operating segment or a result from aggregation of two or more operating segment that meet any of the following quantitative threshold. താഴെ പറയുന്ന കണ്ടീഷൻസ് ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ ആ സെഗ്മെൻറ്റ് മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ താഴെ നമ്മളൊരു 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ കണ്ടീഷൻസ് എന്ത് ചെയ്താൽ, അപ്ലൈ ചെയ്താൽ മാത്രം മതി നമ്മൾ ആ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് ഉള്ള ഡീറ്റെയിൽസ് റിപ്പോർട്ട് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ദെൻ ആദ്യത്തെ ഇവിടെ പറയുന്നത്, ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് റവന്യൂ ഫ്രം ബോത്ത് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽസ് ഓർ ട്രാൻസ്ഫേഴ്സ് ഈസ് 10% or more of the combined revenue internal and external of the operating segment. or എന്താണ്, ഒരു സെഗ്മെൻറ്റിൻ്റെ റവന്യൂ ടോട്ടൽ റവന്യൂവിൻ്റെ 10% അതിൽ കൂടുതലോ ആണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് 2-3-4 സെഗ്മെൻറ്റ് ഉണ്ട് കാരണം. ഇപ്പോൾ ഏത് സെഗ്മെൻറ്റാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇതിലേതെങ്കിലും അല്ലേ, നമ്മൾ ഇവിടെ 3 കണ്ടീഷൻസ് പറയുന്നത്, അതിലേതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ റിപ്പോർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ കണ്ടീഷൻസ് എന്താണെന്ന് വെച്ചാൽ, ഒരു സെഗ്മെൻറ്റിൻ്റെ റവന്യൂ ടോട്ടൽ, ഇപ്പോൾ ആ കമ്പനി ആ ഒരു എൻറ്റിറ്റിൻ്റെ മൊത്തത്തിലുള്ള റവന്യൂവിൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂവിൻ്റെ 10% അതിൽ കൂടുതലാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം. ദെൻ രണ്ടാമത്തത് പറയുന്നത്, ഒരു സെഗ്മെൻറ്റിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസോ ടോട്ടൽ പ്രോഫിറ്റിൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ
പ്രോഫിറ്റിൻ്റെ 10% അതിൽ കൂടുതലോ ആ പർട്ടിക്കുലർ സെഗ്മെൻറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അതും റിപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റിൽ നിന്ന് ആ കമ്പനീൻ്റെ മൊത്തം പ്രോഫിറ്റിൻ്റെ 10% അല്ലെങ്കിൽ അതിലധികമോ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ആ സെഗ്മെൻറ്റ് എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. ദെൻ മൂന്നാമത്തത്, ഒരു സെഗ്മെൻറ്റിൻ്റെ അസറ്റ് ടോട്ടൽ കമ്പനീൻ്റെ അസറ്റിൻ്റെ 10% അതിൽ കൂടുതലോ ആണെങ്കിൽ എന്ത് ചെയ്യണം? അതും റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇതാണ് റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ സെഗ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള 3 കണ്ടീഷൻസ്. ഇതിലേതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ ആ സെഗ്മെൻറ്റ് എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ 10% താഴെയാണെന്നുണ്ടെങ്കിൽ സെഗ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ദെൻ ഇനി ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് ദാറ്റ് ഡു നോട്ട് മീറ്റ് എനി ഓഫ് ദി ക്വാണ്ടിറ്റേറ്റീവ് ത്രെഷോൾഡ് ഇല്ലേ. ഇപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങളും ഫുൾഫിൽ ചെയ്തില്ല അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിലും ഇല്ലേ, ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? റിപ്പോർട്ട് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാനേജ്മെൻറ്റിന് അത് റിപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അത് റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്തത്, ടോട്ടൽ എക്സ്റ്റേണൽ റവന്യൂ റിപ്പോർട്ടഡ് ബൈ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ലെസ് ദാൻ 70% ഓഫ് ദി എൻറ്റിറ്റീസ് റവന്യൂ. അഡീഷണൽ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് മസ്റ്റ് ബി ഐഡൻറ്റിഫൈഡ് റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്. ഓക്കെ, എന്താണ് പറഞ്ഞത്? ടോട്ടൽ എക്സ്റ്റേണൽ റവന്യൂവിൻ്റെ 75% അല്ലേ, ആ ഒരു സെഗ്മെൻറ്റ് ടോട്ടൽ എക്സ്റ്റേണൽ റവന്യൂവിൻ്റെ 75% എങ്കിലും സെഗ്മെൻറ്റ് എന്ത് ചെയ്യണം? റിപ്പോർട്ടിലൂടെ അല്ലെങ്കിൽ സെഗ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ എക്സ്റ്റേണൽ റവന്യൂവിൻ്റെ 75% എങ്കിലും സെഗ്മെൻറ്റ് റിപ്പോർട്ടിലൂടെ ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ പറയാണ്, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റ് ഉണ്ട്. അങ്ങനെ സെഗ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1-2 സെഗ്മെൻറ്റൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരുമിച്ച് കൂട്ടാൻ പറ്റും. ഇപ്പോൾ കീശ്ശേരി അരീക്കോട്ടുള്ളതുമാണെങ്കിൽ നമുക്ക് ഒന്നാക്കാം. അത്തരത്തിൽ ഒന്നാക്കാനുള്ള കണ്ടീഷൻസ് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അഗ്രിഗേഷൻ ഈസ് കൺസിസ്റ്റൻറ്റ് വിത്ത് കോർ പ്രിൻസിപ്പിൾസ്. ഓക്കെ, എങ്ങനെ നമുക്ക് അത്തരത്തിലുള്ള എന്ത് ചെയ്യാം? ഒരു സെയിം ആയിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് അഗ്രിഗേറ്റ് ചെയ്യാം, ഒരുമിച്ച് കൂട്ടാം. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്താൽ എന്ത് ചെയ്യാം? നമുക്ക് ഇല്ലേ, 1 അല്ലെങ്കിൽ 2 സെഗ്മെൻറ്റുകളെ ഒന്നാക്കിയൊക്കെ മാറ്റാം. എങ്ങനെ? നേച്ചർ ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് അല്ലേ, പ്രൊഡക്റ്റിൻ്റെ സർവീസിൻ്റെ നേച്ചറിൻ്റെ അടിസ്ഥാനത്തിൽ. ദെൻ നേച്ചർ ഓഫ് ദി പ്രൊഡക്ഷൻ പ്രോസസ്സ് അല്ലേ, പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെ നേച്ചറിനനുസരിച്ച് അല്ലേ ഒരേപോലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് കൂട്ടാം. ദെൻ കസ്റ്റമർ ടൈപ്പ് ഒരു ക്ലാസ് അല്ലേ, സെയിം കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ. ദെൻ ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് സെയിം ആണ് എന്നുണ്ടെങ്കിൽ. ദെൻ നേച്ചർ ഓഫ് റെഗുലേറ്ററി എൻവയോൺമെൻറ്റ് അല്ലേ, ഒരേ റെഗുലേറ്ററി എൻവയോൺമെൻറ്റ് ആണ് എന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് അഗ്രിഗേറ്റ് ചെയ്യാം. ഇത്ര കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്.